നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ആ കൊടും ഭീകരൻ്റെ തല ഇന്ത്യ എടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആസിഫ് ഷെയ്ഖിനെയാണ് ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേന നടത്തിയ ഏറ്റുമുട്ടലിൽ 3 ഭീകരർ വധിക്കപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരരെ സഹായിക്കുക മാത്രമല്ല, ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആസിഫ് ഷെയ്ഖ്. ആസിഫിന് പുറമെ അമീർ നസീർ വാണി, യവാർ ഭട്ട് എന്നിവരെയാണ് സുരക്ഷാ സേന കൊലപ്പെടുത്തിയത്. നേരത്തെ തന്നെ ആസിഫിന്റെ വീട് ഇന്ത്യൻ സുരക്ഷാ സേന ബോംബിങ്ങിൽ തകർത്തിരുന്നു. ആസിഫിനെ മാത്രമല്ല, ഓരോ കൊടുംഭീകരരെയും തേടിപ്പിടിച്ച് വധിക്കുമെന്ന പ്രതിജ്ഞയാണ് ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ സേന എടുത്തിരിക്കുന്നത്. ആസിഫ് ഭീകരവാദികൾക്ക് നേരിട്ട് സഹായം നൽകുകയും ആക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓരോ ഭീകരനെയും ഞങ്ങൾ തേടിപ്പിടിച്ച് വധിച്ചിരിക്കുമെന്നാണ് ഇന്ത്യൻ ഭരണകൂടം പറയുന്നത്. പുൽവാമയിലെ നദേർ ത്രാൽ വില്ലേജുകളിലായി നടന്ന ഏറ്റുമുട്ടലിലാണ് 3 ഭീകരവാദികളും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെ ഭീകരവാദികളെ കണ്ടെത്തി. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച 3 ലഷ്കർ ഭീകരരെ സുരക്ഷാ സേന ഷോപ്പിയാനിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇവരിൽ നിന്ന് ആയുധങ്ങളും പണവുമൊക്കെ സേന കണ്ടെടുത്തു. ഇതിനുശേഷം മേഖലയിൽ കൂടുതൽ തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരം കൃത്യമായി ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചു. ഇനി ഒരൊറ്റ ഭീകരനും സുരക്ഷിത താവളമുണ്ടാകില്ല കാശ്മീരിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. മുമ്പ് കാശ്മീരിൽ ഒട്ടനവധി ആളുകൾ ഈ ഭീകരർക്ക് താവളമൊരുക്കിയിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നു. എന്നാൽ സൈന്യത്തിൻ്റെ ശക്തമായ ഇടപെടലിൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ ഭീകരതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ച. 48 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ. ചൊവ്വാഴ്ച കാശ്മീരിലെ ഷുക്രു കെല്ലർ മേഖലയിൽ നടന്ന ഓപ്പറേഷൻ കെല്ലർ ദൗത്യത്തിൽ ലഷ്കർ കമാൻഡറും പല ഭീകരാക്രമണ കേസുകളിൽ പ്രതിയായ ഷാഹിൽ അഹമ്മദ് ഖുട്ടെ, അദ്നാൻ ഷാഫി ധർമ്മ എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത്. തിരിച്ചിലിനെത്തിയ സൈന്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചു. തിരിച്ചടിയിൽ 3 കൊല്ലപ്പെട്ടു. ഷോപ്പിയാനിലെ ചോദിപോര ഹീർപോര സ്വദേശിയായ ഷാഹിദ് 2023 ലഷ്കർ എ തൈബയിൽ ചേർന്നത്. സൈന്യം തിരഞ്ഞിരുന്ന ഏറ്റവും കുപ്രസിദ്ധ ഭീകരിൽ ഒരാൾ. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള TRFന്റെ ഭാഗമായും ഇയാൾ പ്രവർത്തിച്ചിരുന്നു. പഹൽഗാം തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ശക്തമായ നിലപാടാണ് ഇന്ത്യൻ സുരക്ഷാ സേന സ്വീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭീകരൻ കാശ്മീരിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവനുമേൽ ചാടി വീഴുക, അവരെ കൊന്നെറിയുക. സംസ്ഥാനത്ത് നിന്നും ഭീകരതയെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കും എന്ന പ്രതിജ്ഞയാണ് സുരക്ഷാ സേന എടുത്തിരിക്കുന്നത്. പഹൽഗാം സംഭവത്തോടെ കാശ്മീരിലെ ജനങ്ങൾക്ക് ഭീകരരോടും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോടുമുള്ള എതിർപ്പ് കൂടുതൽ ശക്തമായി. ഇതോടെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകർന്നിരിക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യ പാക് സംഘർഷവേളയിൽ ശ്രീനഗറിനും ജമ്മുവിനും നേർക്ക് പാകിസ്ഥാനിൽ നിന്ന് നടന്ന ശക്തമായ ഡ്രോൺ ആക്രമണം. ഇതും ജനങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് മാത്രമാണ് ഇക്കഴിഞ്ഞ 10-ാം തീയതി ഇന്ത്യ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിലപ്പുറം ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന സൂചന ഇന്ത്യ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ഭീകരതയെ പൂർണ്ണമായി തൂത്തെറിയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് ഇന്ത്യയുടെ പുതിയ നയം. ജമ്മു കാശ്മീർ പ്രശ്നത്തിൽ ഇതുവരെ ഇന്ത്യ സ്വീകരിച്ചു പോന്ന നയമല്ല ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഭീകരത സംബന്ധിച്ച വിഷയത്തിൽ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ പോലും തയ്യാറെടുത്ത് നിന്ന ഇന്ത്യ ഇപ്പോൾ കൂടുതൽ കടുപ്പത്തിലുള്ള നടപടികൾക്ക് മുന്നിട്ടിറങ്ങുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ ഭിന്നതകളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ചർച്ച ചെയ്യാം എന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. ഇക്കാര്യം ലോകരാജ്യങ്ങളോടും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. 3-ാം കക്ഷി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട. ഭീകരതയും പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ കാര്യങ്ങളുമല്ലാതെ മറ്റൊന്നുമില്ല ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ തർക്ക വിഷയങ്ങളായി. ഇത് ഇന്ത്യക്ക് കൃത്യമായ ധാരണയുണ്ട്. മറുവശത്ത് സിന്ധു നദീജലം ലഭിക്കുന്നതിനായി ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന പുതിയ നയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തെടുത്തിരിക്കുന്നത്. 4 ദിവസ യുദ്ധത്തിനൊടുവിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാട് അത് പാകിസ്ഥാനിലെ ഭീകരതയെ മുച്ചൂടും തീർക്കുന്നത് തന്നെ. ഇന്ത്യ ഇനി മുതൽ പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന പാക് നയത്തിന്റെ വ്യക്തമായ അടയാളമാണിത്. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ നടത്തുന്ന ഏതുതരം ഭീകരപ്രവർത്തനവും ഇനി യുദ്ധമായി നമ്മൾ കണക്കാക്കും. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറോ പ്രഖ്യാപനങ്ങളോ ഔദ്യോഗികമായില്ല. സൈനിക നടപടി തൽക്കാലം മരവിപ്പിച്ചു എന്ന് മാത്രം.
ഭീകരരെ ഇനിയും കയറൂരി വിട്ടാൽ പാകിസ്ഥാനിൽ കയറിയടിക്കും എന്ന നിലപാട് ഇന്ത്യ തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനം ആദ്യമിത്തിരി ആശങ്ക സൃഷ്ടിച്ചു. എന്നാൽ ഞൊടിയിടയ്ക്കുള്ളിൽ പാക് മണ്ണിൽ കയറിയടിച്ച് ഇന്ത്യ തങ്ങളുടെ തനി സ്വരൂപം അങ്ങ് കാട്ടിക്കൊടുത്തു. ഇതോടെ നിസ്സംഗതയോടെ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇന്ത്യയുടെ കാൽക്കൽ വീഴുകയായിരുന്നു പാകിസ്ഥാൻ. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യ വ്യക്തമായ ആധിപത്യം നേടി എന്ന് വിദേശ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായി പറയുന്നു. പൂർണ്ണമായും സൈനിക ലക്ഷ്യം ഇന്ത്യ നേടിയെന്ന് വിദേശ മാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തിലെ യുദ്ധവിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇക്കാര്യം അമേരിക്ക പോലും പരസ്യമായി പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനെ ഭൂമി പിടിച്ചെടുക്കുകയായിരുന്നില്ല ഇന്ത്യയുടെ ലക്ഷ്യം. സാമ്പത്തികമായി അവരെ വീർപ്പുമുട്ടിക്കുക, ഭീകരതയെ ആ രാജ്യത്ത് നിന്ന് മുച്ചൂടും തൂത്തെറിയുക. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങിൽ പാക് സേന പ്രതിനിധികൾ പങ്കെടുത്തത് ഇന്ത്യയെ വീണ്ടും ചൊടിപ്പിച്ചു. പക്ഷെ ലോകത്തിനു മുന്നിൽ വീണ്ടും പാകിസ്ഥാൻ നാണം കെട്ട് നിൽക്കുന്ന കാഴ്ച. ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇന്ത്യ ഒരു താൽക്കാലിക വെടിനിർത്തലിലെത്തി. ഇത് പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ ലക്ഷണങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാശ്മീർ മേഖലയിൽ ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തുന്ന ഈ ഓപ്പറേഷൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും. ഒപ്പം പാകിസ്ഥാനിലെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണമുണ്ടായാൽ അവരെ വെറുതെ വിടില്ല എന്നർത്ഥം. ഏറ്റുമുട്ടൽ ആണവ യുദ്ധമായി മാറാതിരിക്കാനാണ് തങ്ങൾ ഇടപെട്ടത് എന്ന് അമേരിക്ക വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ അവകാശവാദം ഇന്ത്യ നിഷേധിച്ചു. എങ്കിലും വാഷിംഗ്ടൺ പോസ്റ്റും CNN ഒക്കെ പറഞ്ഞു വെച്ച ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. പാകിസ്ഥാന്റെ ആണവ കോട്ടയുടെ വാതിൽ ഇന്ത്യ ആക്രമിച്ച് തകർത്തിടത്താണ് ഒടുവിൽ ഇന്ത്യയുടെ കാൽക്കൽ വീഴുന്ന പാകിസ്ഥാനെ നമ്മൾ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം ലോകപ്രസിദ്ധമാണ്. എന്നിട്ടും അമേരിക്കൻ ഇടപെടലുകളെ ഇന്ത്യ തള്ളിപ്പറഞ്ഞത് ഇന്ത്യയുടെ കരുത്ത് തന്നെ. കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി. എന്നാൽ ഭീകരതയെ തൂത്തെറിയാൻ ഇന്ത്യക്ക് പരിപൂർണ പിന്തുണയുമായി ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒപ്പം നിൽക്കുന്നു. കട്ടയ്ക്ക് നിൽക്കുന്നത് ഇസ്രയേലാണ്, ഒപ്പം അമേരിക്കയുമുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നീക്കങ്ങളെ പൂർണ്ണമായി പ്രശംസിക്കുന്നു. ഫ്രാൻസിന്റെ കരുത്ത് ഇന്ത്യക്ക് പലപ്പോഴും പ്രതിരോധ രംഗത്ത് തുണയാണ്. ഭീകരപ്രവർത്തനങ്ങളും അതുമൂലമുള്ള കെടുതികളും മറ്റു രാജ്യങ്ങളെ ഇന്ത്യ അപ്പപ്പോൾ അറിയിക്കാറുണ്ട്. UN രക്ഷാസമിതിക്ക് മുന്നിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ ഹാജരാക്കാം എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. ചൈനയും തുർക്കിയുമൊക്കെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ അവർ ഭീകരതയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് ഇന്ത്യ തെളിവുകളോടെ ലോകത്തെ ബോധ്യപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുക മാത്രമല്ല, ആ ഭീകരരെ മടയിലിട്ട് തീർക്കുന്ന യജ്ഞമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ വീണ്ടും വീണ്ടും വിറപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്ത ഇന്ത്യ ഇപ്പോൾ വ്യക്തമായ സന്ദേശം ഭീകരർക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കാകെ നൽകുന്നു. പാകിസ്ഥാൻ വിറച്ചു നിൽക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.